വനസംരക്ഷണം എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷണം കൂടിയാണ്. സങ്കീർണമായ ആവാസ വ്യവസ്ഥയിലെ ഓരോ കണ്ണിയും പ്രത്യേകം പരിപാലിക്കപ്പെടണം. എങ്കിൽ മാത്രമാണ് വനസംരക്ഷണം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കും. ഓരോ കണ്ണിയും എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണു മുതൽ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയ്ക്ക് വരെ സുഖമായി ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കേണ്ടതുണ്ട്. ഇവയെല്ലാം തന്നെ ആവാസ വ്യവസ്ഥയിൽ പരസ്പരം ബന്ധപ്പെടുന്ന കണ്ണികളാണെന്നത് തന്നെ കാര്യം. ഈ കണ്ണികളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കഴുകന്മാർ. കാടുകളിൽ മരിച്ചു വീഴുന്ന മൃഗങ്ങളെയും മറ്റ് മൃഗങ്ങൾ ഭക്ഷിച്ച് ബാക്കിയാക്കപ്പെടുന്ന മാംസവും അഴുകാൻ വിടാതെ തിന്നു തീർക്കുന്നതിൽ കഴുകന്മാർക്കുള്ള പങ്ക് വലുതാണ്. ഇതിനായി അവയെ സംരക്ഷിക്കാനാണ് ഉൾക്കാടുകളിൽ കഴുകന്മാർക്കായി റെസ്റ്റോറൻറ്റുകൾ ഒരുങ്ങിയത്. ഒരു കാലത്ത് കേരളത്തിൽ വയനാട്ടിലും വളപട്ടണം പുഴയുടെ തീരത്തും കഴുകന്മാരെ കണ്ടിരുന്നതായി മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിലെ നഗര ഗ്രാമങ്ങളിൽ കഴുകന്മാരെ കാണാൻ കഴിയില്ല. അവയുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് കാരണം. അതേസമയം അടുത്ത കാലത്തായി കേരളത്തിൽ കഴുകന്മാരുടെ എണ്ണം കൂടി വരുന്നതായി വനം വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിന് സഹായിച്ചതാകട്ടെ കഴുകൻ റെസ്റ്റോറൻറ്റുകളും. എന്താണ് കഴുകൻ റെസ്റ്റോറൻറ്റ്? നേരത്തെ വന്യമൃഗങ്ങൾ ചത്താൽ കത്തിച്ച് കളയുകയോ കുഴിച്ചിടുകയോ ആയിരുന്നു വനം വകുപ്പ് ചെയ്തിരുന്നത്. ഇത് കാടകം വൃത്തിയാക്കിയിരുന്ന കഴുകന്മാരുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചു. പിന്നാലെയാണ് കഴുകൻ റെസ്റ്റോറൻറ്റ് എന്ന ആശയം മുന്നോട്ട് വന്നത്. റെസ്റ്റോറൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളെ ഓർമ്മ വരുന്നെങ്കിൽ തെറ്റി. ഇത്തരം റെസ്റ്റോറൻറ്റുകളുമായി ഒരു സാമ്യവും കഴുകൻ റെസ്റ്റോറൻറ്റുകൾക്കില്ല. കഴുകന്മാർക്ക് തീറ്റ എത്തിക്കുന്ന ഉൾക്കാട്ടിലെ ഒളിയിടങ്ങളുടെ പേരാണത്. വാഹന അപകടത്തിലോ അല്ലാതെയോ ജീവൻ പോകുന്ന മൃഗങ്ങളെ സംസ്കരിക്കാതെ കഴുകന്മാർക്ക് തീറ്റയായി കൊണ്ടിടും. കഴുകന്മാർ ഒരുപാട് ദൂരത്തിൽ പറക്കും. 1 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വരെ അവയ്ക്ക് തെളിമയുള്ള കാഴ്ച കിട്ടും. ഒളിയിടങ്ങളിൽ കിടക്കുന്ന മാംസം കണ്ടാൽ കൂട്ടത്തോടെ എത്തി അവ നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കും. ഇത്തരം ഇടങ്ങളുടെ പേരാണ് കഴുകൻ റെസ്റ്റോറൻറ്റ്. ഇന്ന് വയനാട്ടിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കാടുകളിൽ ഇതേപോലെ നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ട്. കേരളത്തിൽ മുത്തങ്ങിക്ക് അടുത്തുള്ള കാക്കപ്പാടം, ബന്ദിപ്പൂർ, മുതല സങ്കേതങ്ങളിൽ ഇത്തരം പ്രത്യേക സ്ഥലങ്ങൾ കഴുകന്മാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. കഴുകൻ റെസ്റ്റോറൻറ്റ് പദ്ധതി വിജയിച്ചതോടെ നീലഗിരി ബയോസ്ഫിയറിൽ കഴുകന്മാരുടെ എണ്ണം കൂടി. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലും എല്ലാ മൃഗങ്ങളുടെയും മൃതദേഹ അവശിഷ്ടം വിളമ്പാൻ പാടില്ല. പ്രത്യേകിച്ച് വെറ്റിനറി മരുന്ന് ഉപയോഗിച്ച മൃഗങ്ങളുടെ മാംസം ഇവിടെ വിളമ്പരുത്. കടുവ ഉൾപ്പെട്ട മൃഗങ്ങൾ തിന്ന് ഉപേക്ഷിക്കുന്ന മൃഗങ്ങളെ കൂടി ഭക്ഷണമായി കിട്ടിയതോടെ കഴുകന്മാർക്ക് നീലഗിരി ബയോസ്ഫിയറിൽ സമൃദ്ധിയുടെ കാലമാണ്. നിലവിൽ കേരള, കർണാടക, തമിഴ്നാട് അതിർത്തിയിലെ നീലഗിരി ബയോസ്ഫിയറിൽ 320ഓളം കഴുകന്മാർ ഉണ്ടെന്നാണ് വിവരം. വയനാട്ടിൽ 150ഓളം ഉണ്ടെന്നാണ് വനം വകുപ്പിന്റെ ഒടുവിലത്തെ കണക്കുകൾ പറയുന്നത്. ഭക്ഷണത്തിന്റെ അപര്യാപ്തത, മനുഷ്യന്റെ സാമീപ്യം എന്നിവ മൂലം കഴുകന്മാർക്ക് ജീവഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് കഴുകൻ റെസ്റ്റോറൻറ്റുകളുടെ പ്രഥമ ലക്ഷ്യം. എന്നാൽ വെറ്റിനറി മരുന്ന് ഉപയോഗിച്ച മൃഗങ്ങളുടെ ജഡം കഴുകന്മാർ കഴിക്കുന്നത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത്തരം മാംസം കഴിക്കുന്നതോടെ പ്രത്യേകിച്ചും അവയുടെ ആരോഗ്യം മോശമാവുകയും ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് പുതിയ ക്രമീകരണം. ആരോഗ്യമുള്ള കാടിന്റെ അടയാളമായി കഴുകന്മാരെത്തുന്നത് ശുഭസൂചനയായാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.